കഴിഞ്ഞ നോമ്പുതുറയുടെ വീഡിയോ ഇട്ടപ്പോഴേ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ധൈര്യം ഉണ്ടെങ്കിൽ വിഷുവിന് പോർക്ക് വിളമ്പി കാണിക്കാൻ. അടിപൊളി തേങ്ങ കുത്തിട്ട പോർക്കാണ് നമ്മൾ വിളമ്പാൻ. വിഷുവിന് രാവിലെ തന്നെ രണ്ടുപേർക്ക് കൈനീട്ടം കൊടുക്കാനുണ്ട്. കൈനീട്ടോ പ്രാർത്ഥിക്കും. ആ എന്താ പരിപാടി? കയ്യടിച്ചോ. ആ പ്രാർത്ഥിക്കുക. അമ്മ നല്ല കൈപ്പത്തിരി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളവിടെ ചെന്നത്. അതുകൊണ്ട് നല്ല കൈപ്പത്തിരിയും ചിക്കൻ കറിയും കൂട്ടി ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ വീട്ടിലേക്ക് വന്ന് കുളിച്ചൊരുങ്ങി വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയി. എന്തിനാണെന്നല്ലേ, നല്ല അടിപൊളി വിഷുക്കട്ട കഴിക്കാൻ. ആദ്യം പ്ലെയിനായിട്ട് ആ വിഷുക്കട്ട കഴിച്ചു നോക്കി. ഞാനും ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് രാവിലെ പത്തിരിയിലേക്ക് അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ഞങ്ങൾക്ക് കൊടുന്നു തന്നു. അതും ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കി. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, അപാര ടേസ്റ്റ്. നമ്മൾ ഇന്നത്തെ ലഞ്ച് നമ്മുടെ പിലുവിൻ്റെ വീട്ടിലാണ്. പിലോ നമ്മള് വിഷുവാണ് പോലെ നോമ്പും പെരുന്നാളൊക്കെ നമ്മളെല്ലാം നമ്മൾ ഒരുപോലെ ആഘോഷിക്കും. ഇതാ കഴിച്ചു നോക്കിയാ ഷെരീഫേ? യെസ്, തീർച്ചയായിട്ടും കഴിക്കോ? ഷെരീഫ് എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ ഞങ്ങളെല്ലാവരും പോർക്കുള്ളിടത്തൊക്കെ പോവാറുണ്ട്. ഞങ്ങൾ ഇത് കണ്ടിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീഡിയോ ഞങ്ങൾ പോർക്ക് കഴിക്കുന്നിടത്തും അല്ലെങ്കിൽ പോർക്ക് ഉണ്ടാക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഞങ്ങൾ കഴിക്കണില്ല എന്ന് വെച്ചിട്ട് ഒരാളോട് കഴിക്കണ്ടെന്ന് പറയാനുള്ള ഒരു വോയിസ് നമുക്കില്ല. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ മതവും പ്രാന്തവും ഒന്നും ആർക്കും ഉണ്ടാവില്ല. എല്ലാവരും ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി വിഷു. ഇലുവിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ്റെ അമ്മയും വൈഫും അതുപോലെ തന്നെ എല്ലാവരും അവിടെ ഞങ്ങളെ സ്വീകരിക്കാൻ റെഡിയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഇലയിലേക്ക് ആ സാധനങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കായിരുന്നു. ആ ഇലയിൽ തന്നെ കുറച്ച് പായസം ഒഴിച്ച് അതിലൊരു പപ്പടവും ഞെരടി അങ്ങോട്ട് കഴിച്ചപ്പോണ്ടല്ലോ, അപ്പോഴാണ് ഇപ്രാവശ്യത്തെ വിഷു പൂർണ്ണമായത്. ചോറ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അടുത്ത പരിപാടി പടക്കം പൊട്ടിക്കലാണ്. പടക്കം പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വിഷു. പക്ഷെ തിലുമോ ഞങ്ങൾക്ക് വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അസല് വെടിക്കെട്ട് തന്നെ ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഹരിമോൻ വിഷു കൈനീട്ടമായിട്ട് വന്നത്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഈ വർഷം ഏറ്റവും അടിപൊളിയായിരിക്കട്ടെ.